വയനാട് സാഹിത്യോത്സവത്തിന്റെ സജീവമായ രണ്ടാം പതിപ്പിന്റെ രണ്ടാം ദിനത്തിൽ കനമുള്ള ചർച്ചകളുമായി പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിനും തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രനും വേദിയെ കയ്യിലെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ സാഹിത്യോത്സവം എന്നു പേരുള്ള വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നാളെ സമാപിക്കും. വേദിയിൽ പ്രമുഖരായ സാഹിത്യ സാംസ്കാരിക നേതാക്കൾ അവർ എഴുത്തിനെയും ജീവിതത്തെയും കുറിച്ച് നേരിട്ട് വായനക്കാരോട് സംവദിക്കുന്നു. പലതരത്തിലും പുതിയ അനുഭവമാവുകയാണ് വയനാട് ലിറ്ററേച്ചറിന്റെ രണ്ടാം പതിപ്പ്. രണ്ടാം ദിനമായ ഇന്നലെ മലയാളി വായനക്കാരുടെ പ്രിയങ്കരനായ നോവലിസ്റ്റ് ബെന്യാമിനും തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രനുമാണ് രസകരമായ ചർച്ചകളിൽ സദസ്സിനെ പിടിച്ചിരുത്തിയത്. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പ്രസക്തി പ്രധാനപ്പെട്ടതാണെന്ന് ബെന്യാമിൻ വ്യക്തമാക്കി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത എഴുത്തുകാരെ കേൾപ്പിക്കുക, അവർക്ക് സംവാദങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു അവസരമുണ്ടാകുക, ഇവിടുത്തെ ജനങ്ങളെ കൂടുതൽ വായനയിലേക്കും സാഹിത്യ പ്രവർത്തനങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു ധർമ്മം വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നിർവഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ, വലിയ ഫെസ്റ്റിവലുകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാമഗ്രാമാന്തരങ്ങൾ ഇത്തരം ചെറിയ കൂട്ടായ്മകൾ നടക്കുന്നത് നമ്മളുടെ പൊതുവിടങ്ങൾ സജീവമാക്കുന്നതിലും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിലും സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3 ദിവസമായി നടന്നുവരുന്ന ഗ്രാമീണ സാഹിത്യോത്സവം നാടിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞു. സാഹിത്യ ചർച്ചകളിൽ സാഹിത്യകാരന്മാർക്കും ബുദ്ധിജീവികൾക്കുമൊപ്പം സജീവമായ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യമാണ് സാഹിത്യോത്സവത്തെ സജീവമാക്കുന്നത്. എം മുകുന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖ സാഹിത്യകാരന്മാർ ഇന്നലെയും ഇന്നും മേളയിൽ സജീവമാണ്. ന്യൂസ് മലയാളം, വയനാട്.